the world and the people of God. എന്നാൽ ദൈവം അന്ന് പ്രവർത്തിച്ചതുപോലെ ദൈവജനത്തിന്റെയും ലോകജനത്തിന്റെയും നടുവിൽ വ്യത്യാസം വരുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം അത് ചെയ്യണമെന്ന്. Oh God, bring back signs and wonders that will show to the world that there is a difference between the church and the people of God and the people of the world. ദൈവമേ, നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. ദൈവത്തെ സേവിക്കുന്ന ദൈവസഭയും ലോക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളുടെ നടുവിൽ നീ കാണിക്കണം. In Acts chapter 19, God used Paul to perform miracles as never before. ആ ദൈവം ഇതിനു മുൻപ് ചെയ്യാത്തതുപോലെ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ തന്റെ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. The world witnessed the difference between the man of God and magicians. ആമേൻ. ഒരു മന്ത്രവാദിയുടെയും ഒരു ദൈവദാസന്റെയും തമ്മിലുള്ള വ്യത്യാസം അത്ഭുതങ്ങൾ അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. Oh God, bring back signs and miracles and let the world see the difference between truth and false. ദൈവമേ, നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ നടുവിൽ നീ കാണിക്കണമേ. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം നീ വെളിപ്പെടുത്തുമാറാകണമേ. And the second point of his prayer in verse 2. ആ രണ്ടാമത്തെ വാക്യത്തിൽ ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗമുണ്ട്. Reveal your works again. ദൈവമേ, നിന്റെ പ്രവൃത്തിയെ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തണമേ. First, Lord, revive it, bring it back. ഒന്ന്, ഞങ്ങളെ ജീവിപ്പിച്ച് മടക്കി വരുത്തണമേ. രണ്ട്, ഞങ്ങളെ അത് വെളിപ്പെടുത്തണമേ. Reveal it, oh God. വെളിപ്പെടുത്തണമേ ദൈവമേ. What do we reveal? We reveal something that we hide. എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട്, അതിനെയാണ് വെളിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം. Oh God, reveal your works. ദൈവമേ, മറഞ്ഞിരിക്കുന്ന നിന്റെ പ്രവൃത്തിയെ നീ ഒന്ന് വെളിപ്പെടുത്തണമേ. What was he praying for? എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? In verse 3 and 4. അതിന്റെ നാലാമത്തെ വാക്യം. Habakkuk prays, Lord, you have hidden something in your hand. Please reveal what is hidden in your hand. നിന്റെ കരങ്ങളിൽ എന്തോ മറക്കപ്പെട്ടിരിക്കുന്നു, അത് ഞങ്ങളുടെ നടുവിൽ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഹബക്കൂക്ക് പ്രാർത്ഥിക്കുന്നു. Hallelujah. Hallelujah. What is hidden in the hand of God? എന്താണ് ദൈവത്തിന്റെ കരങ്ങളിൽ മറക്കപ്പെട്ടിരിക്കുന്നത്? As the Psalmist 118 and verse 16. Psalms. സങ്കീർത്തനം 18-ൽ നാം ഇങ്ങനെ വായിക്കുന്നു. 118-ൽ നാം ഇങ്ങനെ വായിക്കുന്നു. Verse 16. 16-ാമത്തെ വാക്യത്തിൽ God has raised his hands ദൈവം തന്റെ കരമുയർത്തുന്നു to reveal the might and power that is hidden in his hands. തന്റെ കരങ്ങളിൽ മറക്കപ്പെട്ടിരിക്കുന്ന അത്ഭുതങ്ങൾ കാണിക്കേണ്ടതിന് ദൈവം തന്റെ കരം തുറക്കുന്നു. God reveal that is hidden in your hand. ദൈവത്തിന്റെ കരങ്ങളിലുള്ള അത്ഭുതം താൻ വെളിപ്പെടുത്തുകയാണ്. And the psalmist goes on to say in verse 17, God reveal the healing that comes from the hand of God. ആ ദൈവത്തിന്റെ വചനം പറയുകയാണ്, തന്റെ കരങ്ങളിലുള്ള അത്ഭുത രോഗശാന്തിയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. And in verse 19 of 118, God says that hand is powerful to open any door that the devil has closed. ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ പറയും, ദൈവം തന്റെ കരം തുറന്ന് അടയ്ക്കപ്പെട്ട വാതിലുകളെ ദൈവം തുറക്കുകയാണ്. And in verse 22 and 23 of Psalm 118, Psalms, same psalm. Okay, അതേ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, this hand is powerful അവന്റെ കരം ബലമുള്ളതാണ് to bring back any rejected stone and make it to be the chief cornerstone. ഏതോ തള്ളപ്പെട്ട കല്ലുകൾ ഉണ്ടോ അതിനെ തിരഞ്ഞെടുത്ത് അത് പിന്നെയും മൂലക്കല്ലാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God's hand is hidden with all this power. ദൈവത്തിന്റെ കരങ്ങൾ ശക്തിയോടെയാണ് വെളിപ്പെടുന്നത്. Lord, will you please reveal the hidden power of your hand? ദൈവമേ, മറഞ്ഞിരിക്കുന്ന അത്ഭുതം 2024-ലും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. In Ezekiel 20:39 and 21, God prophesies that it's coming a day when he will show forth the glory that is hidden in the hand of God. ദൈവത്തിന്റെ വചനം പിന്നെ നമ്മെ ഓർപ്പിക്കുകയാണ്, തന്റെ കരം മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തി അനുഗ്രഹത്തെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവരികയാണ്. Reveal what is hidden, O God. ദൈവമേ, മറഞ്ഞിരിക്കുന്നതൊന്ന് വെളിപ്പെടുത്തി തരണമേ. In Habakkuk 3 and verse 6, 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, the Bible says God stood and measured the earth. ആ ദൈവം ഭൂമിയെ കുലുക്കുന്നു, അവയെ നോക്കി. No, is it 16, yeah. 6 verse 6. He measures the earth. ഭൂമി അളക്കുന്നു എന്ന് പറയുന്നു. God measures the earth. ദൈവം ഭൂമിയെ അളക്കുന്നു. Why would somebody measure the earth?
ഭൂമിയെ അളക്കുന്നത് because the boundary is not visible. ആമേൻ. ബൗണ്ടറി പലപ്പോഴും മറയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ അളക്കേണ്ടത് ആവശ്യമാണ്. Boundary is hidden in the sand. ആമേൻ. മണ്ണിനകത്ത് മണലിനകത്ത് അതിര് മറയ്ക്കപ്പെട്ടാൽ അതിനെ തിരികെ കൊണ്ടുവരും. And God walks upon it to reveal what is hidden, not only in the sand, what is hidden in the sand. ദൈവം മണ്ണിൽ മറയ്ക്കപ്പെട്ട അതിരുകളെ തിരിച്ചു പിടിച്ച് അളന്നു തരികയാണ്. Hallelujah. ഹല്ലേലൂയ. When God is about his work, he encounters perpetual mountains and permanent hills. ആമേൻ. ദൈവം അതിന്റെ 6-ലെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ, പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു, അവൻ